PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 17/25 25 ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം. ഓപ്ഷൻ എ ആണ് നീതി ആയോഗ്. 27 പ്രോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. 28 ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 29 ഭാഷാടിസ്ഥാനത്തെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിർമ്മിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? 29 ഓപ്ഷൻ ഡി ആണ് ഫസൽ അലി. 30 ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ സി 1936. 31 താഴെ തന്നിരിക്കുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? 31 ഓപ്ഷൻ എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 32 അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമേത്? ഓപ്ഷൻ സി ആണ് ശ്രീലങ്ക. 33 ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ബാസഫ ദാനപ്പ ജഡ്ഡി. 34 അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം? 34 ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം 51 4. 35 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ? 35 ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 97 ആണ്. 36 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 36ൻ്റേത് ഓപ്ഷൻ എ ആണ് ഹൈക്കോടതി ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമസഭ നിർമ്മാണ സഭകളിൽ ചർച്ച ആവാം എന്നതാണ് തെറ്റായ പ്രസ്താവന. 37 വിവരാവകാശ കമ്മീഷൻ ഘടന? 37 ഓപ്ഷൻ സി ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 38 നിലവിൽ കേരള വിവരാവകാശ കമ്മീഷണർ? 38 ഓപ്ഷൻ സി ആണ് ശ്രീ വി ഹരി നായരാണ്. 39 ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? ഓപ്ഷൻ ബി ആണ് NH 66 മുംബൈ ഗോവ. 40 സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കൾ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം 39 ബി ആണ്. 41 കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല? ഓപ്ഷൻ ഡി ആലപ്പുഴ. 42 കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ് പള്ളിവാസൽ. 43 ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? ഓപ്ഷൻ ബി ആണ് 34. 44 പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്. 45 കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? ഓപ്ഷൻ ബി ആണ് മഞ്ചേശ്വരം പുഴ. 46 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ. 47 കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? ഓപ്ഷൻ സി പാലക്കാട്. 48 പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? 48 ഓപ്ഷൻ സി ആണ് ആനമുടി. 49 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? 49 എ ആണ് കല്ലട. 50 തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി വേമ്പനാട്. 51 അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം. 52 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? ഓപ്ഷൻ സി ആണ് ഗിഫോർഡ്. താങ്ക് യു.